ഹലോ, വെൽക്കം ടു സെറോ ടു എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത് 200 രൂപയാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്ന കാര്യങ്ങൾ ഒന്ന് വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും, അതിൻ്റെ നോട്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. ഈ 4 കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തു തരും. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ ക്ലാസ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ പാസ്സാവുന്ന കാര്യം ഗ്യാരണ്ടീഡ് ആണ്. പാസ്സാവുക മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതത്തിലും അതുപോലെ തന്നെ എക്സാമിന് നല്ല മാർക്ക് വാങ്ങാനും ഈ ക്ലാസ് ഉപകരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നിങ്ങൾ ക്ലാസ് വാങ്ങുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടെലഗ്രാം ആപ്പിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെലഗ്രാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് നിങ്ങൾ ഈ പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് അതിലേക്ക് അയച്ചു തന്നാൽ നിങ്ങളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ബ്ലോക്ക് 1 കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഫണ്ടമെൻ്റൽസ്. അതിൽ യൂണിറ്റ് 1 ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് തന്നെ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് ഏറ്റവും നമ്മുടെ കോഴ്സ് ഈ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കോഴ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കണം. ഈ ക്ലാസ് കാണുന്നതോടു കൂടി തന്നെ നിങ്ങൾക്ക് പിന്നീട് നോട്ട് നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ആ രൂപത്തിലാണ് ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാട്ട് ഈസ് കമ്പ്യൂട്ടർ അവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ആദ്യ കാലഘട്ടത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വേഗത്തിൽ ഗണിത ക്രിയകൾ ചെയ്യുവാനുള്ള യന്ത്രം എന്ന ഉദ്ദേശത്തിലായിരുന്നു കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ എന്താണെന്നുള്ള ഒരു ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പം വേഗത്തിൽ ഗണിത ക്രിയകൾ ചെയ്യണം, അതിനു വേണ്ടിയിട്ടായിരുന്നു കമ്പ്യൂട്ടർ ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 2, ഇപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരങ്ങൾ കണ്ടെത്തി സംഭരിക്കാനും ക്രമീകരിക്കാനും അളവുകൾ കണക്കാക്കാനും മറ്റു മെഷീനുകൾ നിയന്ത്രിക്കാനും ഒരു നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. അപ്പം വിവരങ്ങൾ കണ്ടെത്തി സംഭരിക്കാൻ അല്ലേ, കമ്പ്യൂട്ടറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം വിവരങ്ങൾ, ഡാറ്റകളൊക്കെ. നമ്മൾ ഇന്ന് കാണുന്ന ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കമ്പ്യൂട്ടറിലാണ്. പിന്നെ അതിനെ ക്രമീകരിക്കാം, അതിനെ ഓർഡറാക്കാം, അങ്ങോട്ട് ഓർഡറാക്കാം, ഇങ്ങോട്ട് ഓർഡറാക്കാം, വയസ്സിൻ്റെ രീതിയിൽ ഓർഡറാക്കാം, ഇങ്ങനെയൊക്കെ പറ്റും. പിന്നെ അളവുകൾ കണക്കാക്കാൻ പറ്റും, മറ്റു മെഷീനുകളെ നിയന്ത്രിക്കാൻ പറ്റും ഇല്ലേ. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു മെഷീനാണ് പ്രിൻ്റർ. അപ്പോൾ മറ്റു പ്രിൻ്ററിനെ നമ്മൾ നിയന്ത്രിക്കുന്നില്ലേ, കൊടുക്കുമ്പോൾ പ്രിൻ്റ് ചെയ്യപ്പെടുന്നില്ലേ. അപ്പോൾ മറ്റു മെഷീനിനെ നിയന്ത്രിക്കുന്നത് കമ്പ്യൂട്ടറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കഴിയുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. ജസ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ. ഇനി എങ്ങനെയും എഴുതാൻ പറ്റൂലേ. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി കമ്പ്യൂട്ടറിൻ്റെ പറയുന്നത് അടുത്ത സ്ലൈഡിൽ പറയുന്നത് ആദ്യ കമ്പ്യൂട്ടിംഗ് യന്ത്രമായി അറിയപ്പെടുന്ന അബാക്കസ് ആണ്. നമുക്കറിയാം അബാക്കസ് എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ. എന്താണ് അബാക്കസ് എന്നുള്ള അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യ കമ്പ്യൂട്ടിംഗ് യന്ത്രമാണ് അബാക്കസ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം 3000 BC-യിലാണ് മെസോപ്പൊട്ടോമിയൻകാരാണ് അബാക്കസ് കണ്ടുപിടിച്ചത് കേട്ടോ. മെസോപ്പൊട്ടോമിയക്കാരാണ് അബാക്കസ് 3000 BCE എന്ന് പറഞ്ഞാൽ എന്താ? 3000 ക്രൈസ്റ്റ്, അതായത് യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ 3000 വർഷങ്ങൾക്ക് മുമ്പ് ആണ് മെസോപ്പൊട്ടോമിയക്കാര് അബാക്കസ് കണ്ടുപിടിച്ചത്. ഓക്കെ, അബാക്കസ് എന്ന വാക്കിന്റെ അർത്ഥം കണക്ക് കൂട്ടുന്ന ബോർഡ് എന്നാണ്. അബാക്കസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കണക്ക് കൂട്ടുന്ന ബോർഡ് എന്നാണ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ അബാക്കസ് എന്താന്ന് മനസ്സിലായി, കമ്പ്യൂട്ടറിന്റെ ആദ്യത്തെ ഫോമായിട്ടുള്ള അബാക്കസ് എന്താണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ, ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ എസ്സേ ആയിരിക്കും, എസ്സേ അല്ലെങ്കിൽ 5 മാർക്കിന് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 3ാം തലമുറ കമ്പ്യൂട്ടറുകൾ എന്താ, 4ാം തലമുറ കമ്പ്യൂട്ടറുകൾ എന്താണെന്നായിരിക്കും. എസ്സേന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടറിന്റെ പരിണാമം എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും ചോദിക്കുക. ഓക്കെ, വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ ആസ്പദമാക്കി കമ്പ്യൂട്ടർ പരിണാമത്തിന്റെ വിവിധ തലമുറകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 1ാം തലമുറ കമ്പ്യൂട്ടറുകൾ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ 1940 മുതൽ 1956 വരെയാണ്. അപ്പം ആദ്യ ജനറേഷൻ കമ്പ്യൂട്ടർ 1940. അപ്പോൾ ഒരു വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ 1939 39ലാണ് തുടങ്ങിയത്. അപ്പം 1945 വരെ സെക്കൻഡ് വേൾഡ് വാർ ആയിരുന്നു. ആ സമയത്താണ് 1ാം തലമുറ കമ്പ്യൂട്ടറുകൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. 1956 വരെ പോയി ഇല്ലേ.
പിന്നെ രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകൾ 1956 മുതൽ 63 വരെ. അപ്പോൾ 1956 എന്ത് കേരളം ഉണ്ടായതെന്ന കേരളം ഉണ്ടായത് 1956. അപ്പോൾ കേരളം ഉണ്ടായ അന്നാണ് രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകൾ വന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ 1964 മുതൽ 1971 വരെയാണ്. അതിന് ഒന്നുമില്ല. ഓക്കെ, നാലാം തലമുറ കമ്പ്യൂട്ടറുകൾ 1971 മുതൽ ഇന്ന് വരെയാണ്. 1971 മുതൽ ഇന്ന് വരെയാണ്. അഞ്ചാം തലമുറ കമ്പ്യൂട്ടറുകൾ നിലവിലുള്ളതും ഇനി വരാനിരിക്കുന്നതുമാണ് അഞ്ചാം തലമുറ കമ്പ്യൂട്ടർ. അപ്പം ഈ 5 തലമുറകളും നിങ്ങൾക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഒന്നാം തലമുറ, രണ്ടാം തലമുറ, മൂന്നാം തലമുറ, നാലാം തലമുറ, അഞ്ചാം തലമുറ. ഈ ക്ലാസ് കാണുന്നതോടുകൂടി പഠിച്ചങ്ങോട്ട് പോകട്ടോ. ഇനി ഇതിന് പഠിക്കാൻ വേറെ സമയമില്ല. ഓക്കെ, അപ്പോൾ പഠിച്ചങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ഈ എക്സാം ഏറ്റവും എളുപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടർ ആയിരിക്കും. നിങ്ങൾക്ക് എക്സാമിൽ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി പോകണം. ഇല്ലെങ്കിൽ ഏറ്റവും ടഫ് ഉള്ളതും ഒന്നും മനസ്സിലാവാതെ തലേന്നുണ്ടല്ലോ PDF നോക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ടഫുള്ള എക്സാമും സപ്ലി വരുന്ന എക്സാമും ഇതായിരിക്കും. ഓക്കെ, ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ചിലപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ എന്താണെന്നുള്ളത് ചോദിച്ചാൽ അതിൽ വാക്വം ട്യൂബുകളാണ് ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. അപ്പം എന്താണ് വാക്വം ട്യൂബ്? ഈ വാക്വം ട്യൂബ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് ഇങ്ങനെ ഇതാണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ. അപ്പോൾ ഇങ്ങനെ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഇതായിട്ടായിരുന്നു ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ വാക്വം ട്യൂബുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ കേട്ടോ. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ടായിരുന്നു ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. വാക്വം ട്യൂബ്സ് കണ്ടുപിടിച്ചത് ജോൺ എ ഫ്ലെമിംഗ് ആണ്. അപ്പം വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ആരാ? ജോൺ എ ഫ്ലെമിംഗ് ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്നാം തലമുറ കമ്പ്യൂട്ടർ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതണം, ജോൺ എ ഫ്ലെമിംഗ്. ഓക്കെ, ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എഡ്വാക് നിർമ്മിച്ചത് ജോൺ വോൺ ന്യൂമാൻ ആണ്. അപ്പം ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നുള്ളത് അത് എഡ്വാക് ഒരു കമ്പ്യൂട്ടറാണ്. അത് നിർമ്മിച്ചത് ജോൺ വോൺ ന്യൂമാൻ ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പെട്ടിക്കോളൊക്കെ വെച്ചിട്ട് ജോൺ വോൺ ന്യൂമാനെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ജോൺ വോൺ ന്യൂമാൻ ആണ് എഡ്വാക് കണ്ടുപിടിച്ചത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പിന്നീട് പറയുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നീട് പറഞ്ഞ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പം നമ്മുടെ കോഴ്സ് താല്പര്യമുള്ള ആൾക്കാരെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ GPay ചെയ്യുക. ഓക്കെ, നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ.